ഗുഡ് ഈവനിങ്. ഹലോ വേൾഡ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് രാത്രിയും അല്പസമയം നമ്മൾ ഒരുമിച്ചിരിക്കുവാൻ ഉള്ള അവസരം കിട്ടിയതിനായി നന്ദി പറയുകയാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാ, അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യുമ അമൃതംഗമയ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കും മരണത്തിൽ നിന്ന് ജീവനിലേക്കും. അപ്പോൾ ഇത് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾക്ക് ഉറപ്പുണ്ടായിരിക്കണം, സത്യമേതാണെന്നും അസത്യമേതാണെന്നും അന്ധകാരം ഏതാണെന്നും വെളിച്ചമേതാണെന്നും മരണമേതാണെന്നും ജീവൻ ഏതാണെന്നും ഇതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് പുസ്തകങ്ങളിലൂടെ മാത്രം വായിച്ചാൽ നമ്മൾക്കിത് മനസ്സിലാകുന്ന കാര്യങ്ങളല്ല. അതിനെക്കുറിച്ച് ഒരു ചെറിയ അറിവേ പുസ്തകങ്ങളിലൂടെ നമ്മൾക്ക് കിട്ടത്തുള്ളൂ. എന്നാൽ പുറം ലോകവുമായിട്ടുള്ള ബന്ധത്തിലൂടെ, പരന്ന വായനയിലൂടെ നമ്മൾക്കിത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ എങ്ങനെയാണ് ജീവിച്ചതെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അസത്യത്തിൽ നിന്ന് നമ്മൾ സത്യത്തിലേക്ക് മാറണമെങ്കിൽ എന്തെല്ലാം കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിക്കണം. അതുപോലെ തന്നെ വെളിച്ചത്തിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ അതിന് ഉള്ളിലൂടെ ഉണ്ടൊരു കഷ്ടപ്പാട്. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വരുന്നതിലുള്ളൊരു കഷ്ടപ്പാട്. അപ്പോൾ എന്താ മരണം, എന്താ ജീവൻ? മരണമെന്ന് പറഞ്ഞാൽ ദൈവികമായ ആ ഒരു ശക്തി, ദ പവർ, ദ സൂപ്പർ പവർ നമ്മളിൽ നിന്ന് മാറിപ്പോകുമ്പോൾ നമ്മൾ മരണപ്പെടും. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ജീവൻ നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ നമ്മൾ മരിച്ചു. അത് പിന്നെ ജഡമായി, അതിന് പിന്നെ വിലയില്ല. നമ്മളിന്ന് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എൻ്റേതാണെല്ലാം വലുതായിട്ടുള്ളതും ഞാനാണ് വലുത് എന്ന് കരുതി ജീവിക്കുന്ന മനുഷ്യരായി ഇന്ന് ഈ ലോകത്തിലുള്ളത്. മറ്റുള്ളവരെ വെറും നികൃഷ്ടരായിട്ട് കാണുന്നു. നമ്മൾക്ക് മാത്രമേ ഉയർച്ച വരാൻ പാടുള്ളൂ എന്ന് കരുതുന്ന മനുഷ്യരായി ഇന്ന് ഈ ഭൂമിയിലുള്ളത്, ഇന്നിവിടെ ജീവിക്കുന്നവരെല്ലാവരും. പക്ഷെ ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിക്കണം, ഇതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് മാറിപ്പോകുന്നതാണ്. നമ്മൾ നമ്മുടെ ജീവിതചര്യകൾ എടുക്കുമ്പോൾ നമുക്കതെല്ലാം മനസ്സിലാകും. നമ്മൾ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ശ്വാസം നിന്ന് പോയാൽ ഇതെല്ലാം നിന്നുപോയി. അപ്പം നമ്മൾ വലുതായി എന്ന് കാണിക്കുന്നതിനകത്ത് ഒരർത്ഥവുമില്ല എന്നാണ് ഞാൻ പറഞ്ഞതിനകത്ത് അർത്ഥം. അതിനൊരു കാര്യവുമില്ല. അതുകൊണ്ടല്ലേ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചപ്പോൾ അദ്ദേഹം ഒന്നും നേടിയതായിട്ട് പോലും പറയുന്നില്ല. വെട്ടിപ്പിടിച്ചു ലോകം മുഴുവൻ, പക്ഷേ മരണപ്പെട്ടപ്പോൾ ഒന്നുമില്ലായിരുന്നു. ഈ ലോകത്തെ നമ്മൾ വെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, സകലതും നമ്മുടെ കൈക്കുമ്പിളിലാക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒന്നും മറന്നു പോകരുത്, ഈ ലോകത്തിൽ നിന്നും വിട്ടുപോകുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകത്തില്ല. അല്ലേ? ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തുമില്ല. ഈ ഭൂമിയിലേക്ക് നമ്മൾ പറന്നു വിടുമ്പോൾ കൈ ചുരുട്ടി പിടിച്ചാൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് പറന്നു വിടുന്നത്. എല്ലാം എൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാമെന്നുള്ള ധാരണയില്ല. എന്നാൽ നമ്മൾ ഈ ലോകം വിട്ടുപോകുമ്പോഴോ കൈ തുറന്നു തന്നെ ഇരിക്കുക, ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. അതുകൊണ്ടാണ് പറയുന്നത്, ഭഗവത്ഗീതയെ പറയുന്നില്ലേ, ഇന്ന് നിൻ്റെ കയ്യിലുള്ളത് ഇന്നലെ മറ്റാരുടേതായിരുന്നു, നാളെ വേറെ ആരുടേതായിരിക്കും. നമുക്ക് സ്ഥിരമായിട്ടൊന്നുമില്ല. ഈ ഭൂമി സ്ഥിരമായിട്ട് നമുക്കൊന്നുമില്ല. ഇതൊക്കെ നമ്മളങ്ങ് അനുഭവിക്കുക മാത്രമാണ്. അപ്പോൾ നമുക്ക് പരസ്പരം സ്നേഹിക്കാനും നമുക്കുള്ളത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുമുള്ള ഒരു മനസ്സ് നമ്മൾക്കുണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ ഈ പറഞ്ഞതൊക്കെ നമ്മൾ അല്പം അറിയണം. അത് വിദ്യാഭ്യാസത്തിൽ നിന്ന് മാത്രം നമുക്ക് കിട്ടത്തില്ല, പുസ്തകം വായിച്ചതുകൊണ്ട് മാത്രം നമുക്ക് കിട്ടത്തില്ല. ഇന്നത്തെ തലമുറ പുസ്തകങ്ങൾ മാത്രം വായിച്ചും മൊബൈൽ ഫോൺ മാത്രം കണ്ടുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ. ലോകപരിചയമേ അവർക്കില്ല. ഇന്ന് പുസ്തകം ആരും വായിക്കുന്ന പോലുമില്ല. ഗ്രന്ഥശാലകൾ, വായനശാലകളൊക്കെ അടച്ചിട്ടിരിക്കുക. അത് അടച്ചിട്ടിരിക്കുക. അതുകൊണ്ടെന്താണ്? അവർക്ക് പരന്ന ഒരു വായനാക്രമമില്ല, കാര്യങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല. നമ്മുടെ മെമ്മറി പവറൊക്കെ അതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. അത് വെറും യാന്ത്രികമായിട്ട് കമ്പ്യൂട്ടറിലും മൊബൈൽ ഫോണിലും ഒക്കെ ഒതുങ്ങി മാറിയിരിക്കുക. അതുകൊണ്ട് കവിതകൾ ഉണ്ടാകുമോ?
അതൊന്നും പഴയതുപോലെ ഉണ്ടാകുന്നില്ല. കാവ്യങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? അതൊന്നുമില്ല. പുസ്തകങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഒന്നുമില്ല. ഇതൊക്കെ തട്ടിക്കൂട്ട് പരിപാടിയായിട്ട് മാറിയിരിക്കുക. കാരണം വായനയില്ല നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക്, അതിനുള്ള സമയമില്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ കുഞ്ഞുങ്ങളെ വായനയിലേക്ക് കൊണ്ടുവരണം, വായന ശീലിപ്പിക്കണം. എങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. വേണ്ടാത്തതിനെ കളയാനും വേണ്ടതിനെ സ്വീകരിക്കാനും അവർക്ക് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് വെറും പുസ്തകപ്പുഴുക്കളായി നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ബലഹീനരായി, ഇന്നത്തെ ലോകത്തിൽ ജീവിക്കാൻ പറ്റാതായി, അവർ സ്വയം ഉരുകി ഇല്ലാതായിത്തീരുന്ന കാഴ്ച ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വായിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ അത് തന്നെയാണ്. മാധ്യമങ്ങളോടെ കാണുന്നതും അത് തന്നെയാണ്. ഇന്ന് മാധ്യമങ്ങൾ, മീഡിയാസൊക്കെ തുറന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കൊലപാതകങ്ങളാണ് ഇന്ന്. അതുപോലെ തന്നെ 6 വയസ്സുള്ള ഒരു കുട്ടി 4 കൊലപാതകങ്ങൾ നടത്തി, കുഞ്ഞുങ്ങളെ കൊന്നു. ഇതൊക്കെ ഇന്ന് വായിക്കുന്നത്. വേറെ ഒന്നും കാണാനില്ല നമുക്ക് മീഡിയാസിൽ. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മീഡിയാസ് തന്നെ ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടുകൊണ്ടുവരിക്കുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വായനശാലകളുണ്ടായിരുന്നു, പുസ്തകങ്ങൾ വായിക്കാനുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ അവിടെ പോയി പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു, റെഫർ ചെയ്യുമായിരുന്നു. ഇന്ന് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് ഉപയോഗപ്പെടുത്താൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ വരും തലമുറയെ വായനയിലൂടെയും കവിതാരചനയിലൂടെയും അതുപോലുള്ള നല്ല കാര്യങ്ങളുടെയും കൊണ്ടുപോകാൻ നമ്മൾ തന്നെയാണ് ശീലിപ്പിക്കേണ്ടത്. ഇന്ന് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ ഷോപ്പുകളിലൊക്കെ വെള്ളം കുടിക്കാൻ വരുന്നവർ, ജ്യൂസും ഒക്കെ കുടിക്കാൻ വരുന്നവർ, കുടിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ബഹളം വെക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങളാണ്, ഒന്നും അറിയാൻ വയ്യാത്ത കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് മൊബൈൽ ഫോണിൻ്റെ പടം ഇട്ടിട്ട് അവരുടെ കയ്യിലോട്ട് കൊടുക്കും. ഈ കുഞ്ഞുങ്ങൾ ഈ മൊബൈൽ ഫോണിൻ്റെ ഈ റൈസ് ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കും. അവരിതെല്ലാം കഴിച്ചതിന് ശേഷം പോകും. ഇതിൻ്റെയൊക്കെ പരിണതഫലം എന്താണെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ വീണ്ടും ഈ മൊബൈൽ ഫോണിലേക്ക് ആകർഷകരാകും. അങ്ങനെ അതിനകത്ത് തന്നെയായി തീരും ആ കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് ഇന്ന് ഒരു കാര്യം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി വീണ്ടും ഓർത്ത് നോക്കും നിങ്ങൾ. നമ്മുടെ കുഞ്ഞുങ്ങളെ ആരും തല ഉയർത്തി നിൽക്കുന്ന, എല്ലാവരും തല കുനിഞ്ഞിരിക്കുക. അങ്ങനെ കാരണം എപ്പോഴും മൊബൈൽ ഫോൺ താഴോട്ട് പിടിച്ചിരിക്കുകയല്ലേ. അതാണ് ഇന്നത്തെ അവസ്ഥ. ഇതിൻ്റെയൊക്കെ അവസ്ഥയുടെ കാരണം നമ്മൾ തന്നെയാണ്, മറ്റാരുമല്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിനുള്ള വഴിയൊരുക്കി കൊടുക്കുന്നത്. ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഫോൺ കൊടുത്ത് അതിൻ്റെ ടേസ്റ്റ് അവരെ അനുഭവിപ്പിച്ചതിന് ശേഷം അവരിത് ഉപയോഗിച്ച് അതിന് അഡിക്റ്റായിട്ട് തീരുന്നു, അടിമകളായിട്ട് തീരുന്നു. അപ്പോൾ അവർക്കൊന്നിനും കഴിയാതായി ആ മൊബൈൽ ഫോണിലൂടെ അവർ പഠിക്കുകയൊക്കെ ചെയ്ത് കഴിയുന്നു. അതൊക്കെ നല്ലതാണ്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ടത്. എന്തെല്ലാം കാര്യങ്ങളാണ് മൊബൈൽ ഫോണിലുള്ളത്. ഈ ലോകത്തിൻ്റെ ഏത് കോണിലുള്ള കാര്യങ്ങളും അറിയാൻ ഈ വിരൽത്തുമ്പൊണ്ടെന്ന് അമർത്തിയാൽ മതി. പക്ഷേ അത് നല്ല കാര്യങ്ങൾക്കാകുമ്പോൾ, അതുപോലെ തന്നെ ഇതിൻ്റെ ചീത്ത ഉപയോഗത്തിലൂടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകും. ഇന്ന് ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വായനാശീലമുള്ളവരായി വളർത്തണം, ചിന്തിക്കുന്നവരായി വളർത്തണം. അതിന് നമ്മൾക്ക് കഴിയാതെ വരുമ്പോഴാണ് അവർ കൂടുതലും മൊബൈൽ ഫോണിൽ അഡിക്റ്റ് ആകുന്നത്. ഇന്ന് മൊബൈൽ ഫോണിലെല്ലാം ഉണ്ടല്ലോ. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ അവരുടെ മാനസികാവസ്ഥ വികസിപ്പിച്ചെങ്കിൽ മാത്രമേ, ആ വായനയിലൂടെയൊക്കെ വളർന്നെങ്കിൽ മാത്രമേ ഒരു നല്ല തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ ഇന്ന് തലകുനിക്കുന്ന ഒരു തലമുറ, എപ്പോഴും തലകുനിച്ചിരിക്കുന്ന ഒരു തലമുറ. ഇന്ന് കുഞ്ഞുങ്ങളെടുത്ത് അവരുടെ പെടലിക്കൊക്കെ വേദനയാണ്. ഈ കഴുത്തിൻ്റെ ഈ ഭാഗം വേദന, ഈ ഭാഗം വേദന, ചിലരുടെയൊക്കെ കൈക്ക് വേദന. ഹോസ്പിറ്റലിൽ പോവുക ഡോക്ടറെ കാണിക്കാൻ. എൻ്റെ കുഞ്ഞിൻ്റെ ഈ വലത് കൈക്കൊക്കെ ഭയങ്കര വേദന. വേറെ കാര്യമൊന്നുമില്ല, എപ്പോഴും കിടന്നുകൊണ്ട് ഈ മൊബൈൽ ഫോൺ ഇങ്ങനെ പിടിച്ചിരിക്കും. നമ്മളും പിടിച്ചു നോക്കിയേ, രാത്രിയിൽ ഇങ്ങനെ മൊബൈൽ ഫോൺ കയ്യിലൊന്ന് പിടിച്ചു നോക്കിയേ, കുറച്ച് കഴിയുമ്പോൾ വേദന ഉണ്ടാവും. അതുപോലെ തന്നെ ഈ കുനിഞ്ഞിരിക്കുക പെടലിക്ക് വേദന. അപ്പോൾ ഇതൊക്കെ അശാസ്ത്രീയമായ മൊബൈൽ ഫോൺ ഇതുപോലുള്ള മാധ്യമങ്ങളുടെ ഉപയോഗത്തിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന വിഷയങ്ങളായതൊക്കെ. ഇന്ന് കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നതിൻ്റെ കാരണവും അത് തന്നെയാണ്, മൊബൈൽ ഫോണിലൂടെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയണം. ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് നമ്മൾ തന്നെയാണ്. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹമാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ വളർത്തുന്നതിലൂടെയാണ് ഈ തലമുറ അന്യാധീനപ്പെട്ടു പോകുന്നത്. ഇന്ന് നമ്മൾ ഇതൊക്കെ വായിക്കുമ്പോൾ, ഇന്നത്തെ മീഡിയാസൊക്കെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം വേദനിക്കുക, ഹൃദയം നുറുങ്ങുക.
ഓരോ കുഞ്ഞുങ്ങളും മരണപ്പെട്ടു പോവുകയാണ്. ഭാവിയിലെ തലമുറ നശിച്ചു പോവുകയാണ്. ഇത് കേരളത്തിൽ മാത്രമേ ഇപ്പോൾ, വേറെ എവിടെ വായിക്കുന്നത് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഇത് കേരളത്തിൽ നിത്യസംഭവങ്ങളാണ്. ഇതിനെതിരെ നമ്മുടെ ശബ്ദമുയരണം. ഇതിനെതിരെ ഞാനും നിങ്ങളും പ്രതികരിക്കണം. പ്രതികരണശേഷി ഉണ്ടാകുന്ന, വായനാശീലം ഉണ്ടാകുന്ന, വേണ്ടാത്തതിനെ വേണ്ടെന്ന് പറയാനും വേണ്ടതിനെ സ്വീകരിക്കാനുള്ള കഴിവുണ്ടാകുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയും. പക്ഷേ നമ്മളാരും അതിന് തയ്യാറാകത്തില്ല. നമുക്ക് സാമ്പത്തികം ഉണ്ടാക്കിയാൽ മതി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മൾ നിശബ്ദരായിരുന്നാൽ മതി. പോരാ പോരാ പോരാ, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഒരു തലമുറയാണ് നശിച്ചു പോകുന്നത്. ഇത് വെറുതെ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയില്ല. ഉണരണം നിങ്ങൾ, ഞാനും നിങ്ങളും ഉണരണം. ഈ കേരളം ഉണരണം. കേരളത്തിൽ ഇങ്ങനെയുള്ള ആത്മഹത്യകൾ, ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ, ഈ മദ്യപാനത്തിലുള്ള തലമുറ, അതുപോലെ മയക്കുമരുന്നുള്ള തലമുറ, ഇതൊക്കെ മാറണം. ഇത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അവർക്കൊക്കെ നമ്മളെക്കൂട്ടുള്ള മനുഷ്യരാ, പരിമിതികളുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ഭവനത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ, എൻ്റെയും നിങ്ങളുടെയും ഭവനത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിലൂടെയാണ് ഇങ്ങനെയൊക്കെ കുഞ്ഞുങ്ങൾ പെരുമാറുന്നത്. അതുകൊണ്ട് ഇന്നത്തെ രാത്രിയും നിങ്ങളൊന്ന് ചിന്തിക്കണം. എൻ്റെ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ വളരണം, എൻ്റെ അയലത്തെ കുഞ്ഞുങ്ങളും അതുപോലെ നല്ല രീതിയിൽ വളരണം. ഇപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ, നമ്മുടെ വീട്ടിനടുത്ത് 5-6 ക്ലാസ്സുകളിലൊക്കെ പോകുമ്പോൾ, പഠിക്കുമ്പോൾ, നമ്മുടെ അയലത്തെ വീട്ടുകളിൽ നിന്നും പെൺകുഞ്ഞുങ്ങളെ നമ്മളോട് പറഞ്ഞു, എടാ ഈ കുഞ്ഞിനെ അവളെ കൂടെ നോക്കിക്കോണേ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ സ്കൂളിൽ കൊണ്ടുപോകേണ്ടതും അവരെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകേണ്ടതിനുള്ള ചുമതല നമുക്കാണ്. അത് നമ്മൾ സന്തോഷപൂർവ്വം ഏറ്റെടുക്കും. നമ്മുടെ ഒരു സഹോദരിയെ പോലെ നമ്മൾ ആ കുഞ്ഞിനെ നമ്മുടെ കൂടെ കൊണ്ടുപോകും. സ്കൂളിൽ ബെല്ലടിച്ച് തിരിച്ചു വന്നതിനും അവൾക്ക് വേണ്ടി കാത്തിരിക്കും. അതുപോലെ തന്നെ അവളെ വീട്ടിൽ സുരക്ഷിതമായിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ തലമുറയിലെ ആരെങ്കിലും അങ്ങനെ പറയുമോ, എൻ്റെ കുഞ്ഞിനെ ഒന്ന് നോക്കിയെന്ന്? കാരണം അവർക്കറിയാം പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന്. ഇതാണ് ഇന്നത്തെ തലമുറയുടെ ഒരു ദോഷം. ഇതിന് ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ്, കുഞ്ഞുങ്ങളല്ല. നമ്മളതുകൊണ്ട് ഒരു കാര്യം ചിന്തിക്കണം. നമ്മൾ മാത്രം സാമ്പത്തികം ഉണ്ടാക്കി നമ്മുടെ കുടുംബം മാത്രം ഇങ്ങനെ ജീവിക്കുന്നതിലല്ല കാര്യം. സമൂഹം കൂടെ മാറണം. ഇല്ലെങ്കിൽ ഇനിയും വരുന്ന തലമുറയ്ക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലമുറയ്ക്ക് അത് ദോഷമാണ്. അത് വീണ്ടും നിങ്ങൾ ഉണർന്നേ മതിയാകത്തുള്ളൂ. ഞാനും നിങ്ങളും ഇതിനു വേണ്ടി ഉണരണം, ഇതിനു വേണ്ടി പ്രവർത്തിക്കണം. ഈ സമൂഹത്തെ നന്നാക്കുവാൻ എനിക്കും നിങ്ങൾക്ക് ഒരുപോലെയാണ് ബാധ്യത. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമല്ല ബാധ്യത, അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമല്ല ബാധ്യത, സർക്കാരിന് മാത്രമല്ല ബാധ്യത. ഇതിനെല്ലാം ഉത്തരവാദികൾ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹമാണ്. നമ്മൾ ഉണർന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഭവനം ഉണരണം. നമ്മുടെ ഭവനത്തിൽ നിന്ന് തുടങ്ങിയെങ്കിൽ മാത്രമേ അത് സമൂഹത്തിലേക്ക് വ്യാപരിക്കത്തുള്ളൂ. എങ്കിൽ മാത്രമേ ആ ദേശത്ത് ഉണർവുണ്ടാകുകയുള്ളൂ, ആ ദേശം നന്നാകത്തുള്ളൂ. അതിലൂടെ നമ്മുടെ കേരളം നന്നാകത്തുള്ളൂ. ഈ കേരളത്തിൽ നിന്നുണ്ടായിരിക്കുന്ന ഈ മൂല്യച്യുതികൾ, ഈ കൊലപാതകങ്ങളുടെ ഈ ശൃംഖല, ഈ മയക്കുമരുന്നിൻ്റെ ഈ ശൃംഖല, ഇതെല്ലാം മാറിയേ പറ്റത്തുള്ളൂ. ഇതിനുവേണ്ടി ഇന്ന് രാത്രിയിലും ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് ഇതിനു വേണ്ടി തന്നെയാണ്. ഇത് നിങ്ങൾ ഉണരണം, ഞാനും നിങ്ങൾ ഉണർന്നേ മതിയാകത്തുള്ളൂ. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയാണ്. അതിനുവേണ്ടി നിങ്ങൾ അല്പനിമിഷം മാറ്റിവെക്കണം. നമ്മുടെ ജോലിയുണ്ട്, സാമ്പത്തിക വിഷയങ്ങളുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി. ഇത് ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്? നമ്മളെന്തിനാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിക്കുന്നത്? നമ്മളെന്തിനാ സാമ്പത്തികം ഉണ്ടാക്കി വെക്കുന്നത്? നമ്മളെന്തിനാ ഗൾഫിലൊക്കെ പോയി ജോലി ചെയ്യുന്നത്? നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ ഈ സമ്പത്ത് മാത്രം അയച്ചു കൊടുത്താൽ മതിയോ? പോരാ പോരാ പോരാ, നമ്മുടെ തലമുറ നന്നാകണം. അതിനുവേണ്ടി ഞാനും നിങ്ങളും ഉണരണം. ഈ തലമുറയ്ക്കുണ്ടാകുന്ന മൂല്യച്യുതികൾ, തെറ്റുകൾ കണ്ടാൽ ഉടൻ തന്നെ അത് പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു മനസ്സുണ്ടാകണം, അവരെ തിരുത്താനുള്ള ഒരു മനസ്സുണ്ടാകണം. അതിനുവേണ്ടി നമ്മൾക്ക് ഒരുമിച്ച് നിൽക്കാം. ഹലോ വേൾഡ് ചാനൽ നിങ്ങളുടെ കൂടെയുണ്ട്. നമുക്ക് ഒരുമിച്ച് നിന്ന് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി മുന്നോട്ട് നീങ്ങാം. അതുകൊണ്ട് ഇന്ന് വീണ്ടും രാത്രി ഞാൻ നിങ്ങൾക്കൊരു ഗുഡ് നൈറ്റ് നേരുക. ഹാവ് എ സ്വീറ്റ് ഡ്രീംസ്. നാളെ രാവിലെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.